ബയോടിപ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം. തൊട്ടു മുമ്പുള്ള വീഡിയോയിൽ ഫ്രോഗിന്റെ മോർഫോളജിയാണ് നമ്മൾ പരിചയപ്പെട്ടത്. വിശദമായിട്ട് തന്നെ നമ്മൾ ആ വിഷയം പഠിച്ചു. അതിന്റെ ഫുൾ മാർക്കും നമുക്ക് കിട്ടും. ഇനി അനാട്ടമിയിലുള്ള മുഴുവൻ മാർക്കും നമ്മൾക്ക് വാങ്ങണം. അതുകൊണ്ട് നേരെ നമ്മൾക്ക് ഫ്രോഗിന്റെ അനാട്ടമിയിലേക്ക് കടക്കാം. ഇന്റേണൽ സ്ട്രക്ചേഴ്സിനെ പറ്റി പഠിക്കുന്നതിനാണല്ലോ അനാട്ടമി എന്ന് വിളിക്കുക. ഫ്രോഗിനെ സംബന്ധിച്ചിടത്തോളം ഫ്രോഗ് ഒരു ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനിലുള്ള ജീവിയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിന് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, ന്യൂറൽ സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഇങ്ങനെ എല്ലാ സിസ്റ്റവും ഉണ്ട്. ഓരോന്നിനെ പറ്റിയും നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. അനാട്ടമി പാർട്ടിൽ നമ്മൾക്ക് ആദ്യം ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിന്ന് തുടങ്ങാം. ഫ്രോഗിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ആലിമെന്ററി കനാലും ഡൈജസ്റ്റീവ് ഗ്ലാൻസുമാണ് ഉണ്ടാവുക. ആലിമെന്ററി കനാൽ എന്ന് പറഞ്ഞാൽ ഫുഡ് പോകുന്ന ആ ട്രാക്റ്റിനെയാണ് നമ്മൾ ഡൈജസ്റ്റീവ് ട്രാക്റ്റിനെയാണ് നമ്മൾ ആലിമെന്ററി കനാൽ എന്ന് വിളിക്കുക. അതിനോട് ചേർന്ന് കാണുന്ന ഗ്ലാൻഡുകളാണ് ഡൈജഷന് സഹായിക്കുന്ന ഗ്ലാൻഡുകൾ. അതിനെ നമുക്ക് ഡൈജസ്റ്റീവ് ഗ്ലാൻസ് എന്ന് വിളിക്കാം. ഫ്രോഗിന്റെ ആലിമെന്ററി കനാല് ഷോർട്ടാണ്. കാരണം ഇവർ കാർണിവോർ, അതായത് മാംസബുക്കുകളാണ്. മാംസബുക്കുകളായതുകൊണ്ട് തന്നെ ഇൻഡസ്റ്റൈൻ്റെ, അതായത് കുടലിന്റെ നീളം കുറവാണ്. ഇനി ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ തുടക്കം മൗത്താണ് എന്നറിയാലോ. മൗത്ത് ബക്കൽ ക്യാവിറ്റിയിലേക്ക് തുറക്കുന്നു. ബക്കൽ ക്യാവിറ്റി ഫാരിങ്സ് അല്ലെങ്കിൽ തൊണ്ട വഴി ഈസോഫാഗസ് അഥവാ ഫുഡ് പൈപ്പിലേക്ക് തുറക്കുന്നു. ഈസോഫാഗസ് ഒരു ഷോർട്ട് ട്യൂബാണ് കേട്ടോ. ഇത് നേരെ സ്റ്റൊമക്കിലേക്ക് തുറക്കുന്നു. സ്റ്റൊമക്കിൽ നിന്നും ഫുഡ് ഇൻഡസ്റ്റൈൻ വഴി അബ്സോർപ്ഷൻ ഒക്കെ കഴിഞ്ഞ് റെക്ടം വഴി ക്ലോയക്കയുടെ ഓപ്പണിംഗ് വഴി വേസ്റ്റിനെ പുറന്തള്ളുന്നു. വായിലുള്ളത് ബൈലോബ്ഡ് ആയിട്ടുള്ള അഥവാ 2 ലോബുള്ള നാവാണ്. മറ്റു ജീവികളെ അല്ലെങ്കിൽ ഭക്ഷണത്തിനെ പിടിക്കുന്നത് ഈ നാവാണ്. പിന്നീട് സ്റ്റൊമക്കിൽ വെച്ച് ഗ്യാസ്ട്രിക് ഗ്ലാൻസിൽ നിന്നുള്ള HCl അടക്കമുള്ള ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ സഹായത്തോടെ ഭക്ഷണത്തിന്റെ ദഹനം തുടങ്ങുന്നു. പിന്നീട് സ്റ്റൊമക്കിൽ നിന്നും പാതി ദഹിച്ച ഫുഡ്, അതിനെ നമ്മൾ കൈം എന്നാണ് വിളിക്കുക. ഈ കൈം ഇൻഡസ്റ്റൈൻ്റെ ആദ്യ ഭാഗമായ ഡുയോഡിനത്തിലേക്ക് നീങ്ങുന്നു. ഇവിടേക്കാണ് ഗാൾ ബ്ലാഡറിൽ നിന്നും പാൻക്രിയാസിൽ നിന്നും ഒക്കെയുള്ള ഡക്റ്റുകൾ, അതായത് കുഴലുകൾ തുറക്കുന്നത്. ഇത് രണ്ടും തുറക്കുന്നത് കോമൺ ബൈൽ ഡക്റ്റ് വഴിയാണ്. ലിവർ ഉൽപ്പാദിപ്പിക്കുന്ന ബൈല് ഗാൾ ബ്ലാഡറിലാണ് സ്റ്റോർ ചെയ്യുന്നത്. പാൻക്രിയാസ് ആണ് പ്രധാനപ്പെട്ട എല്ലാ ഡൈജസ്റ്റീവ് എൻസൈംസിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ ഡൈജസ്റ്റീവ് ജ്യൂസ് എല്ലാം വരുന്നത് നമ്മുടെ ഡുയോഡിനത്തിലേക്കാണ്. അതേപോലെ തന്നെ ഗാൾ ബ്ലാഡറിൽ നിന്നും വരുന്ന ബൈല് ഫാറ്റിനെ ഇമൾസിഫൈ ചെയ്യാൻ സഹായിക്കുന്നു. വലിയ ഫാറ്റ് ഡ്രോപ്ലെറ്റ്സുകൾ എളുപ്പം ഡൈജസ്റ്റ് ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് ചെറിയ കണികകളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഇമൾസിഫിക്കേഷൻ. ഡുയോഡിനത്തിൽ വെച്ച് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്നിവയ്ക്ക് പാൻക്രിയാറ്റിക് ജ്യൂസിന്റെ സഹായത്തോടെ ദഹനം സംഭവിക്കുന്നു. പിന്നീട് ഇൻഡസ്റ്റൈനൽ ജ്യൂസുമായി ചേർന്ന് ഇൻഡസ്റ്റൈനൽ വെച്ചാണ് ദഹനം പൂർണ്ണമാവുന്നത്. ഇൻഡസ്റ്റൈനിൽ തന്നെയുള്ള വിരലുകൾ പോലെയുള്ള പ്രൊജക്ഷൻസ്, അതിനെയാണ് നമ്മൾ വില്ലൈ എന്ന് വിളിക്കുക. ആ വില്ലയുടെ മേലെയുള്ള അതിനേക്കാൾ ചെറിയ മൈക്രോ വില്ലകൾ ഉപയോഗിച്ച് ദഹിച്ച പോഷകങ്ങളെ അഥവാ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുന്നു. ഇങ്ങനെ അബ്സോർപ്ഷൻ കഴിഞ്ഞ് ബാക്കി വരുന്ന അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള അബ്സോർബ് ചെയ്യാത്ത വേസ്റ്റ് റക്തത്തിലേക്കും പിന്നീട് ക്ലോയാക്കയിലേക്കും ക്ലോയാക്കയിൽ നിന്നും പുറത്തേക്കും ഒഴിവാക്കുന്നു. ഇതാണ് നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ കേസിൽ ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മറക്കരുത്. ഇനി നമുക്ക് നേരെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലേക്ക് വരാം. ആംഫീബിയൻ ആയതുകൊണ്ട് തന്നെ റെസ്പിറേറ്ററി സിസ്റ്റം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മാർക്ക് കിട്ടാൻ സാധ്യത കൂടുതലുള്ള ഒരു ഏരിയ ആണിത്. അപ്പോൾ വ്യത്യസ്ത രീതിയിലാണ് ഫ്രോഗ് റെസ്പയർ ചെയ്യുക. അപ്പോൾ ഓരോ മെത്തേഡും നിങ്ങൾ ശ്രദ്ധയോടെ ഓർത്തു വെക്കണം. കരയിലും വെള്ളത്തിലും ജീവിക്കുന്നതുകൊണ്ട് തന്നെ ഡിഫറെന്റ് മെത്തേഡ്സിലാണ് ഫ്രോഗ് ശ്വസിക്കുന്നത്. വെള്ളത്തിലായിരിക്കുമ്പോൾ സ്കിൻ ഉപയോഗിച്ച് റെസ്പയർ ചെയ്യുന്നു. ഇതിനെ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്നാണ് വിളിക്കുക. മറക്കരുത്, ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. അപ്പോ സ്കിന്നാണ് അക്വാറ്റിക് റെസ്പിറേറ്ററി ഓർഗൻ. നനഞ്ഞ സ്കിന്നിലൂടെ വെള്ളത്തിൽ ഡിസോൾവ് ആയിരിക്കുന്ന ഓക്സിജൻ ഡിഫ്യൂഷൻ വഴി സ്കിന്നിലൂടെ ആണ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത്. എന്നാൽ കരയിലായിരിക്കുമ്പോൾ ബക്കൽ ക്യാവിറ്റി, സ്കിൻ, ലങ്സ്
എന്നിവയെല്ലാം റെസ്പിറേഷന്റെ ഓർഗൻസ് ആയി ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഫ്രോഗ്. ലങ്സ് ഉപയോഗിച്ചുള്ള റെസ്പിറേഷനെ പൾമണറി റെസ്പിറേഷൻ എന്നാണ് വിളിക്കുന്നത്. ലങ്സ് പേഡ് ആണ്. നീളത്തില് സാക്ക് ലൈക്ക് ആയിട്ടുള്ള പിങ്ക് നിറത്തിൽ ആണ് ലങ്സ് കാണപ്പെടുന്നത്. അപ്പർ പാർട്ട് ഓഫ് ട്രങ്ക്, അതായത് ഉടലിന്റെ മേൽഭാഗത്ത് തൊറാക്സിലാണ് ലങ്സ് കാണപ്പെടുക. ഈ ലങ്സിലേക്ക് നോസ്ട്രിൽസ് വഴി ബക്കൽ ക്യാവിറ്റിയിലേക്കും പിന്നീട് ലങ്സിലേക്കും റെസ്പിറേറ്ററി ഗ്യാസിന്റെ എക്സ്ചേഞ്ച് നടക്കുന്നു. ഇനി എസ്റ്റുവേഷനും ഹൈബർനേഷനും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്, മറക്കരുത്. എസ്റ്റുവേഷന്റെ സമയത്തും ഹൈബർനേഷന്റെ സമയത്തും അത് മാളത്തിനുള്ളിൽ മണ്ണിനുള്ളിലായിരിക്കുമ്പോൾ സ്കിന്നിലൂടെയാണ് അത് ബ്രീത്ത് ചെയ്യുന്നത്. മറക്കരുത്, ഡ്യൂറിങ് എസ്റ്റുവേഷൻ ആൻഡ് ഹൈബർനേഷൻ ഇറ്റ് ബ്രീത്ത്സ് ത്രൂ ഇറ്റ്സ് സ്കിൻ. ഇനി നമുക്ക് സർക്കുലേറ്ററി സിസ്റ്റത്തിലേക്ക് വരാം. ബ്രീത്തിങ്ങിന്റെ സിസ്റ്റം പോലെ തന്നെ നമ്മൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ചില പോയിന്റുകൾ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഉണ്ട്. സർക്കുലേറ്ററി സിസ്റ്റത്തിനെ ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം എന്നും വിളിക്കാറുണ്ട്, മറക്കരുത്. ഫ്രോഗിന് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ക്ലോസ്ഡ് വാസ്കുലാർ സിസ്റ്റമാണ് ഉള്ളത്. നമ്മളെ പോലെ തന്നെ ഫ്രോഗിന് ലിംഫാറ്റിക് സിസ്റ്റം ഉണ്ട് കേട്ടോ. ബ്ലഡ് വാസ്കുലാർ സിസ്റ്റത്തിൽ ഹാർട്ട്, ബ്ലഡ് വെസൽസ്, ബ്ലഡ് എന്നിവയെല്ലാം ഉണ്ട്. ലിംഫാറ്റിക് സിസ്റ്റത്തിൽ ലിംഫ്, ലിംഫാറ്റിക് വെസൽ, ലിംഫ് നോഡ്സ് എന്നിവയൊക്കെ ഉണ്ട്. ഫ്രോഗിന്റെ ഹാർട്ട് ട്രങ്കിന്റെ അപ്പർ പാർട്ടിൽ തന്നെയാണ് ഉള്ളത്. കാർഡിയാക് മസിൽസ് കൊണ്ടാണ് ഹാർട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഹാർട്ടിന് 3 ചേമ്പേഴ്സ് ഉണ്ട്. 2 ഓറിക്കിളും 1 വെൻട്രിക്കിളും. ഓറിക്കിളിനെ നമ്മൾ ആട്രിയ എന്നും വിളിക്കാറുണ്ട്. ഈ ഹാർട്ടിനെ പെരികാർഡിയം കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു. ഫ്രോഗ് ഹാർട്ടിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളിൽ ഒന്ന് ട്രയാങ്കുലർ ഷേപ്പിലുള്ള സൈനസ് വെനോസസ് ആണ്. പ്രധാനപ്പെട്ട വെയിനുകളായ വീനക്കാവുകളിൽ നിന്നും ബ്ലഡ് വാങ്ങി റൈറ്റ് ഓറിക്കിളിലേക്ക് തുറക്കുന്ന ട്രയാങ്കുലർ പാർട്ടാണ് സൈനസ് വെനോസസ്. ഇതേപോലെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് കോണസ് ആർട്ടീരിയോസസ് ആണ്. ഇത് വെൻട്രിക്കിളിൽ നിന്നും ബ്ലഡ് കളക്ട് ചെയ്ത് ഹാർട്ടിന്റെ വെൻട്രൽ സൈഡിലൂടെ പുറത്ത് ആർട്ടറികളിലേക്ക് തുറക്കുന്നു. തുടർന്ന് ആർട്ടേരിയൽ സിസ്റ്റം ബ്ലഡിനെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നു. വീനസ് സിസ്റ്റം വഴി, വെയിൻ വഴി ശരീരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ബ്ലഡിനെ തിരിച്ച് സൈനസ് വെനസസ് വഴി റൈറ്റ് ആട്രിയത്തിലും എത്തിക്കുന്നു. ഈ ഒരു സർക്കുലേറ്ററി പാത്വേ നിങ്ങൾ നിർബന്ധമായും ഓർത്തു വെക്കണേ. സർക്കുലേറ്ററി സിസ്റ്റത്തിൽ പിന്നെ ശ്രദ്ധിക്കേണ്ടത് 2 പോർട്ടൽ സിസ്റ്റങ്ങളാണ്. ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റമാണ് ഒന്നാമത്തെ. ഇൻഡസ്റ്റൈനിൽ നിന്നും ലിവറിലേക്ക് ഒരു സ്പെഷ്യൽ വീനസ് കണക്ഷൻ ഉണ്ട്. ഇങ്ങനെ ഇൻഡസ്റ്റൈനും ലിവറിനും തമ്മിലുള്ള സ്പെഷ്യൽ വീനസ് കണക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. ന്യൂട്രിയൻസിനെ എളുപ്പത്തിൽ ലിവറിൽ എത്തിച്ച് സ്റ്റോർ ചെയ്യാനുള്ള ഒരു മെത്തേഡാണിത്. രണ്ടാമത്തത് റീനൽ പോർട്ടൽ സിസ്റ്റം ആണ്. ഫ്രോഗിന്റെ ലോവർ ബോഡി പാർട്സും കിഡ്നിയും തമ്മിലുള്ള സ്പെഷ്യൽ വീനസ് കണക്ഷനാണിത്. അപ്പോൾ 2 പോർട്ടൽ സിസ്റ്റങ്ങൾ ഫ്രോഗിനുണ്ട്. ഒന്ന് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം, 2 റീനൽ പോർട്ടൽ സിസ്റ്റം. ഈ 2 പോർട്ടൽ സിസ്റ്റങ്ങളും വെയിൻസ് വേറൊരു ഓർഗനിലേക്ക്, ഹാർട്ട് അല്ലാത്ത വേറൊരു ഓർഗനിലേക്ക് കണക്ട് ചെയ്യുന്ന സിസ്റ്റങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ പോർട്ടൽ സിസ്റ്റം എന്ന് വിളിക്കുന്നു. ശ്രദ്ധിക്കണം. ഹാർട്ടിനെ പറ്റിയും പോർട്ടൽ സിസ്റ്റത്തിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഫ്രോഗിന്റെ ബ്ലഡ് എങ്ങനെയാണ് എന്നൊന്ന് നോക്കാം. പ്ലാസ്മയും ബ്ലഡ് സെൽസും ചേർന്നതാണ് ബ്ലഡ്. RBC അഥവാ റെഡ് ബ്ലഡ് സെൽസ് അഥവാ എറിത്രോസൈറ്റ്സ്, WBC അഥവാ ല്യൂക്കോസൈറ്റ്സ്, വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് വിളിക്കും. പിന്നെ പ്ലേറ്റ്ലെറ്റ്സ് അഥവാ ത്രോംബോസൈറ്റ്സ് എന്നിവയൊക്കെയാണ് ബ്ലഡ് സെൽസ്. RBCയിൽ റെഡ് കളേർഡ് ആയിട്ടുള്ള പിഗ്മെന്റ് ഹീമോഗ്ലോബിൻ പ്രസന്റ് ആണ്. അതുകൊണ്ടാണ് ഇതിന് ചുവപ്പ് കളർ എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. മറ്റൊരു പ്രധാനപ്പെട്ട മറക്കാൻ പാടില്ലാത്ത പ്രത്യേകത ഫ്രോഗിന്റെ RBCകൾ ന്യൂക്ലിയേറ്റഡ് ആണ് എന്നുള്ളതാണ്. ഇത് മറക്കരുത്. ഫ്രോഗിന്റെ RBC ന്യൂക്ലിയേറ്റഡ് ആണ്. നമ്മളുടെ RBCക്ക് ന്യൂക്ലിയസ് ഇല്ല. ന്യൂട്രിയൻസ്, റെസ്പിറേറ്ററി ഗ്യാസ്, വാട്ടർ, വേസ്റ്റ് ഇതെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം, അതായത് അതത് ശരീരഭാഗങ്ങളിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തം ബ്ലഡിനാണ്. ഇത് സാധിക്കുന്നത് ഹാർട്ടിന്റെ പമ്പിംഗ് ആക്ഷനിലൂടെയാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അതേപോലെ ലിംഫ് ബ്ലഡിൽ നിന്നും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതായത് ലിംഫിൽ RBC ബ്ലഡിൽ കാണുന്ന ചില പ്രോട്ടീനുകൾ ഇതൊന്നും കാണപ്പെടുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫ്രോഗിന്റെ അനാട്ടമിയിലെ ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, അതേപോലെ സർക്കുലേറ്ററി സിസ്റ്റം, ഇത് 3 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മറ്റൊരു വീഡിയോയിൽ എക്സ്ക്രീറ്ററി സിസ്റ്റം, അതേപോലെ ന്യൂറൽ സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇതെല്ലാം നമ്മൾ
ഡിസ്കസ് ചെയ്യും. വീണ്ടും കാണാം. ബൈ.